ഇവിടെ നമുക്കൊരു കിട്ടിയൊരു മേജർ പ്ലസ് പോയിന്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ചിത്രകാരന് നല്ലൊരു ക്യാൻവാസ് കിട്ടാന്ന് പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ക്യാൻവാസാണ് അതിൻ്റെ സൈറ്റിൻ്റെ പ്ലോട്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവിടെ കിട്ടുന്ന കുറേ ആംബിയൻസും ഒക്കെ ഇൻബിൽട്ടായി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് ഭാഗ്യം എന്ന് പറയാം, വളരെ ഭംഗിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി, ഒരു ക്യാൻവാസ് കിട്ടി. സോ പിന്നെ അതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോയിട്ടുള്ളത്. ഇത് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് റിസോർട്ട് ആംബിയൻസ് ഉള്ള, ഒരിക്കലും വീടാൻ തോന്നാൻ പാടില്ല, റിസോർട്ട് ആംബിയൻസ് ഉള്ള ഒരു വീടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള സംഭവമായിരിക്കും ഈ ഒരു കിണർ എങ്ങനെ കോട്ടയുടെ അകത്ത് വന്നു എന്നുള്ള കാര്യം. ഇത് മഴ പെയ്യുമ്പോഴും ആ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല കോട ഇറങ്ങി നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള സ്പേസ് ആണ്. നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. മലകളുടെയും പച്ചപ്പിൻ്റെയും നടുക്ക് മനോഹാരിത കൊണ്ട് അങ്ങ് നിറഞ്ഞാടുന്ന ഒരു സുന്ദരമായ വീട്. അതായത് 2450 സ്ക്വയർ ഫീറ്റിൽ 65 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെർപ്പശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ കീഴൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ്. ഇവിടെ മലനിരകളും കുന്നും അതുപോലെ തന്നെ കോടയും പച്ചപ്പും കൊണ്ട് നിറഞ്ഞ അതിസുന്ദരമായൊരു സ്ഥലം. അവിടെ അതിസുന്ദരിയായ ഒരു സ്വപ്ന വീട്. ഈ വീടിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റിനെ നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം. ഹായ് ഹായ് അനസ്, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അനസേ, ഇത് വളരെ രസമാണ്. കാര്യം ഒരു ചിത്രകാരൻ അവന്റെ ക്യാൻവാസിൽ അതിമനോഹരമായ ഒരു ചിത്രം വരച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിന് അതിലും മനോഹരത ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് എത്ര സുന്ദരമായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ മലനിരകൾക്ക് നടുക്കുള്ള ഈ സുന്ദരിയായ, ഞാൻ ഇതിനെ സുന്ദരി എന്നാ പറയുന്നത്, കാര്യം അതിസുന്ദരിയാണ്, സുന്ദരിയായ വീട്. അപ്പം എങ്ങനെയായിരുന്നു അനസ് ഈ ഒരു തോട്ടിലേക്ക്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തോട്ടിലേക്ക് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്ത ഏത് പോയിന്റിൽ നിന്നായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ആക്ച്വലി സാറ് പറഞ്ഞ തന്നെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈറ്റാണ്. അപ്പോൾ ആ സൈറ്റിനനുസരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്കൊരു കിട്ടിയൊരു മേജർ പ്ലസ് പോയിന്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ചിത്രകാരന് നല്ലൊരു ക്യാൻവാസ് കിട്ടാന്ന് പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ക്യാൻവാസാണ് അതിൻ്റെ സൈറ്റിൻ്റെ പ്ലോട്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവിടെ കിട്ടുന്ന കുറേ ആംബിയൻസും ഒക്കെ ഇൻബിൽട്ടായി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് നമ്മളെ ഭാഗ്യം എന്ന് പറയാം, വളരെ ഭംഗിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി, ഒരു ക്യാൻവാസ് കിട്ടി. സോ പിന്നെ അതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അനസ് എന്നോട് പറഞ്ഞു, സാധാരണ നമ്മൾ കോമ്പൗണ്ട് വോൾ കൊടുക്കുന്നവരുടെ സ്ട്രക്ചറിൽ കൊടുത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നിട്ട് വോള് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ ഫെൻസിങ്, അതായത് കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്ന സ്പേസിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനൊരു വൈഡ് സ്പ്രെഡിൽ ഈ വീട് കാണാനുള്ള സാധ്യതയായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ചെടികൾ, ഇവിടെ പച്ചപ്പിനും കൂടുതൽ പച്ചപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ഒരു സ്പേസ് ആണ്. എന്തായിരുന്നു ഇവിടെ ഈ പറയുന്ന ഡിസൈനിങ് വന്നപ്പോൾ ആദ്യത്തെ ഈ എലിവേഷൻ ഭാഗം ഇങ്ങനെ തീരുമാനിക്കാനുണ്ടായ ഒരു കാരണം? നമ്മൾ ഇനീഷ്യലി തന്നെ പ്ലാനിങ് സ്റ്റേജ് വന്നൊരു കാര്യമാണ്, ഈ ലാൻഡ്സ്കേപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലയന്റാണ് നമുക്ക് കിട്ടിയ ക്ലയന്റ്. അത് നമുക്ക് കിട്ടിയ പ്ലസ് പോയിന്റ് ആണ്. ഒരിക്കലും ചിലപ്പോൾ എല്ലാ ക്ലയന്റും നമുക്ക് അത്ര സപ്പോർട്ടീവ് ആണെന്നില്ല. ബട്ട് ഇത് ക്ലയന്റിന്റെ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് റിസോർട്ട് ആംബിയൻസ് ഉള്ള, ഒരിക്കലും വീടാൻ തോന്നാൻ പാടില്ല, റിസോർട്ട് ആംബിയൻസ് ഉള്ള ഒരു വീടായിരിക്കണം. സോ അവർ അബ്രോഡാണ്. സോ അവർ വല്ലപ്പോഴും നാട്ടിലേക്ക് വരുമ്പം സാധാരണ അവർ റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യാറൊക്കെ പതിവ്. അപ്പം വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അച്ഛനും അമ്മയും മാത്രമേ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ. ഹസ്ബൻഡും വൈഫും മോളും അവരെല്ലാം ഖത്തറിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ ഈ ചെയ്തിരിക്കുന്ന ഈ പറയുന്ന നമ്മൾ നോർമൽ ഇഷ്ടിക വെച്ചിട്ടുള്ള ഒരു എലമെന്റ് ആണ് അനസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ കാർപോർട്സും വന്നിട്ടുണ്ട്. കാർപോർട്സിൽ സ്ട്രക്ചറിൽ പോളികാർബണേറ്റ് ഇട്ട് നോർമലി ചെയ്തിരിക്കുന്നു. ഇത് ക്ലാഡിംഗ് ആണോ ചെയ്തിരിക്കുന്നത്? ഇത് ആക്ച്വലി ക്ലാഡിംഗ് അല്ല, ഇതൊക്കെ എല്ലാം എക്സ്പോസ്ഡ് ബ്രിക്ക് തന്നെയാണ്. കുറച്ച് ഭാഗം നമ്മൾ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റീസൺ ആക്ച്വലി നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോൾ വരുന്നുണ്ട്. സോ അത് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോർഷൻ ക്ലാഡിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു വേവി ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരു ജസ്റ്റ് ഒരു എക്സ്പോസ് ബ്രിക്ക് വർക്കിന് പകരം ഒരു വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വേവ്സും ആ ഒരു ഫീൽ വേറെ ആയിരിക്കും. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫീൽ ആയിരിക്കില്ല ഒരിക്കലും
ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഫീൽ ഉണ്ടാവുക. ആ ഒരു പ്ലേ ഓഫ് ഇത് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പോയിട്ടുള്ളത്. രാത്രിയൊക്കെ സമയത്ത് ഈ ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ആംബിയൻസ് നൈറ്റ് എക്സ്ട്രീംലി വേറെ ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്ത് നമ്മൾ കുറേ ലാൻഡ്സ്കേപ്പ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി പ്രൊജക്റ്റ് ചെയ്യുന്ന വോളിലോട്ടാണ്. സോ നൈറ്റ് ടൈമിൽ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല, ഒന്നും കൂടെ വേറൊരു ആംബിയൻസ് ആയിരിക്കും നൈറ്റ് ടൈം ഉണ്ടാവുക. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് നോർമൽ ബ്രിക്ക് ലേ ചെയ്തിരിക്കുകയാണ്, സിമെന്റ് വെച്ചിട്ട് നോർമലി ചെയ്തിരിക്കുകയാണ്, ചെയ്തിട്ടില്ല. നമ്മൾ അതും നമ്മളൊരു തോട്ടാണ്. നമ്മളൊന്നും എല്ലാവരും നോർമലി ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണ്ട, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് നമുക്കും അതുപോലെ ക്ലയന്റും സപ്പോർട്ടീവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഇവിടെ കാണുന്ന ഈ പറയുന്ന ചേമ്പലയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പറയുന്ന സ്പേസ്, അതായത് നാച്ചുറൽ പെബിൾസ് ഇട്ടിട്ട് ഈ ചേമ്പലയുടെ സംഭവം ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ എടുത്തത്? ആക്ച്വലി ഇത് നമ്മൾ നാച്ചുറൽ ഇൻസ്പയർ ആയി ചെയ്തതാണ്. ഇത് ആക്ച്വലി ഒരു കോൺക്രീറ്റ് ഒരു സംഭവമാണ്, കോൺക്രീറ്റിൻ്റെ ഒരു പീസാണ്. നമ്മളിതിൻ്റെ ബാക്കിൽ അതിന് താഴെ നമ്മളൊരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റെയിൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോൺക്രീറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചേമ്പിൻ്റെ ഇല വെച്ചിട്ട്, നാച്ചുറൽ ആയിട്ടുള്ള ചേമ്പിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം പലതും പല സൈസ് കാണാൻ പറ്റും നമുക്ക് കിട്ടുന്ന അനുസരിച്ച്. അതെ. ഇത് ആക്ച്വലി ഫസ്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ 2-3 എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ടാണിത്. പക്ഷെ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഈ പാത്വേ ഉണ്ടല്ലോ, ഇത് വേറൊരു ലെവലായി. എല്ലാവരും നാച്ചുറലിനോട് ചേർന്നിട്ട് എർത്ത് ഫീലിംഗ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോകൾ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതാണ് എക്സ്ട്രീമിലി ഇത് വന്നപ്പോൾ ഇതിന്റെ ടോട്ടൽ ആംബിയൻസിനെ തന്നെ മാറ്റി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഈ വീടിന്റെ എലിവേഷനിൽ ഈ ട്രയാങ്കിൾ സ്പേസ് ഇവിടെ എന്തിനാണ് നമ്മളൊരു സി ചാനൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? 2 സി ചാനൽ കൊടുത്തിരിക്കുന്നത്. അതെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു കംപ്ലീറ്റ് ഒരു മൗണ്ടൻ റീജിയൻ ആണ്. സോ നമ്മുടെ കോൺസെപ്റ്റ് എലിവേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിനെ ഇൻസ്പയർ ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൗണ്ടൈൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഓ എൻ്റെ ദൈവമേ, അതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതെ. സോ അതിന്റെ തോട്ട് പ്രോസസ് അതാണ്. അത് മാത്രമല്ല, നമുക്കത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട് ഒരിക്കലും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ വേറെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. എപ്പോഴും കുറച്ച് ഡൗൺ ടു എർത്ത് ആയിട്ട് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ചെയ്തിരിക്കുന്നത്. അതെ. പിന്നെ ഇതിലെ കൂടെ അതിനകത്ത് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം വളർന്നതിൽ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ വീട് കാണാൻ വേറൊരു മൗണ്ടൈൻ ഫണ്ടിൽ വെച്ച പോലത്തെ ഒരു ആംബിയൻസ് നമുക്ക്. പിന്നെ ഇവിടെ ഈ നമ്മൾ ഈ കോമ്പൗണ്ട് വാളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ഡിസൈൻ, ചെറിയ സ്ട്രക്ചറൽ എലമെന്റ്സ് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബൻസൂരി എന്നാണ് നമ്മളുടെ വീടിന്റെ. അത് ഭഗവാൻ കൃഷ്ണന്റെ എല്ലാ സംവിധാനങ്ങളും, ആ ഐശ്വര്യവും ഈ വീടിനകത്തുണ്ട്. അപ്പൊ അകത്തോട്ട് കയറുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ നമ്മളുടെ സിറ്റ് ഔട്ട് പോർഷൻ, സിറ്റ് ഔട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു ഫ്ലോട്ടിംഗ് ഫീൽ കിട്ടുന്ന പോലെയാണ് സ്റ്റെപ്സും അതുപോലെ അതിന്റെ ഫ്ലോർ എല്ലാം കൊടുത്തിട്ട്. അതൊരു വൈഡ് ഏരിയ ആണ്. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ലിവിംഗ് സ്പേസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് ക്ലയന്റ് ഉദ്ദേശിച്ച സ്ഥലം ആക്ച്വലി ഇതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്ലയൻസ് ആക്ച്വലി അബ്രോഡാണ്, ഖത്തറിലാണ്. അവർ വൺസ് ഇൻ എ ഇയർ വരുന്നുണ്ടാവുള്ളൂ. ബാക്കി ഒരു മേജർ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഇവരെ പാരൻസ് ആണ്. അപ്പം അവർ ആക്ച്വലി മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത് അവരെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സ്പേസ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് മാറിയപ്പം അവർക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ കാരണം മേജറിൽ സാധാരണ വീട് കണ്ടിട്ടുണ്ടാവുക കോമ്പൗണ്ട് വാളൊക്കെ നമ്മളെ ബൗണ്ടറിക്ക് പുറത്തായിരിക്കും ഉണ്ടാവുക. ബട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കോമ്പൗണ്ട് വാൾ നമ്മൾ ആക്ച്വലി എടുത്ത് നമ്മളെ വീടിൻ്റെ ഒരു പാർട്ടിലേക്ക് വെച്ചേക്കാണ്. എന്നിട്ട് ടോട്ടൽ പ്ലാൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പബ്ലിക് സ്പേസ് ആണ്, ബാക്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടത്തെ കോമ്പൗണ്ട് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം പ്രായമായ അപ്പനും അമ്മയൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ സംസാരിക്കാൻ പറ്റും, അതുപോലെ നാട്ടുകാർക്ക് നമ്മളെ വീട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്കിൾ ഇവിടെ ഇരിക്കുകയാണ്. അങ്കിൾ കുറെ സമയമായിട്ട് നമ്മളോട് സംസാരിച്ചു. അങ്കിളിനെ കണ്ട ആൾക്കാരൊക്കെ ഹായ് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ സിറ്റ് ഔട്ട് ഇവിടെ എന്തായി ഫാമിലി ലിവിംഗ് ആയി. ഈ പല ആൾക്കാരും സിറ്റ് ഔട്ട്സ് നമ്മൾ എലിവേഷന് വേണ്ടി ചെയ്യുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടുത്തെ എക്സാക്ട്ലി ഈ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ലെതർ ഫിനിഷ് മൾട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഞാനിവിടെ ഞെട്ടിപ്പോയി സംഭവം. നമ്മുടെയൊക്കെ വീടുകൾ, നമ്മുടെയൊക്കെ പുരയിടങ്ങൾ, നമ്മൾ വീട് വെക്കാനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള തെങ്ങുകളെല്ലാം വെട്ടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ ചെലവിൽ ആ തെങ്ങ് കൊടുക്കാറുള്ളത്. ഇവിടെ ഈ തെങ്ങ് വെച്ചിട്ടാണ്, തെങ്ങ് ട്രീറ്റ് ചെയ്തതിന് ശേഷം സീൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിങ്ങും എങ്ങനെയാണ് ഈ തോട്ടിലേക്ക് അനുസരിച്ചത്? ആക്ച്വലി ഇതൊരു എക്സ്പെരിമെന്റിന്റെ പാർട്ടായി ചെയ്തതാണ്. കാരണം നമുക്ക് നമ്മുടെ ഇവരെ പറമ്പിൽ തന്നെ നമുക്ക് ഒരുപാട് തെങ്ങും അതുപോലെ പനകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പം അത് അവരെ ഓൾറെഡി കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവർ ക്ലയൻറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ തോട്ട് പോസ്റ്റ് വന്നതാണ് നമ്മൾ എന്തുകൊണ്ട്
നമുക്ക് സീലിംഗിൽ ഉപയോഗിച്ചുകൂടാന്നുള്ളത്. കാരണം നമുക്ക് മെറ്റീരിയൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുകയാണ്. സോ ബാക്കി വരുന്ന എക്സ്പെൻസ് മാത്രം നമുക്ക് ബെയർ ചെയ്താൽ മതി. അപ്പം നമ്മൾ അങ്ങനെ ഇതിന് വർക്കൗട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1200 സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഏരിയ വന്നിട്ടുണ്ട്, ഫോമൽ ലിവിംഗ് ഉണ്ട്, ഉള്ളിൽ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്, പാഷോ വരുന്നുണ്ട്. ഇവിടെ എല്ലാം കൂടെ നമ്മൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ്. അതെ അതെ. നമുക്ക് എത്ര രൂപ പെർ സ്ക്വയർ ഫീറ്റിന് ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്? നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 100 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതെ അതെ. പറയുന്ന സീലിംഗ് തെങ്ങിന്റെ തടി വെച്ചിട്ട് നമ്മൾ ചെയ്യാനാണ്, നമ്മൾ തെങ്ങ് വെച്ചിട്ട് ചെയ്യാനായിട്ട് തെങ്ങിനെ ട്രീറ്റ് ചെയ്യണം. ആ ട്രീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിനാണ് 100 റുപ്പീസ് കോസ്റ്റ്. അതിനകത്ത് മേജർ കോസ്റ്റ് വരുന്നത് അതിന് ട്രീറ്റ്മെന്റും ലേബർ കോസ്റ്റും മാത്രമാണ്. ഇൻസ്റ്റലേഷൻ കോസ്റ്റും ട്രീറ്റ്മെന്റ് കോസ്റ്റും കൂടെ ചേർന്നിട്ട് 100 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. അതെ, ഓൾമോസ്റ്റ്. സീലിംഗ് ചെയ്യാനായിട്ട് തെങ്ങ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് ഇവിടെ പാലക്കാട് വന്നപ്പോഴാണ് പഠിച്ചത്. അഗൈൻ അതിനകത്ത് റിസ്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യണം, പ്രോപ്പറായി ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് അത് പോളിഷ് ചെയ്ത് PU ഫിനിഷ് എല്ലാം കൊടുത്ത് പോളിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലായി. അകത്ത് വേറെ. അപ്പൊ ഇവിടുത്തെ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന വാതിലാണ്. ഇത് തേക്കൂട്ടിലാണ് ചെയ്തത്. അത് കംപ്ലീറ്റ്ലി ടീക്കൂട്ടാണ്. പിന്നെ ഫ്രെയിംസും അതുപോലെ ജുവലറീസ് എല്ലാം ചെയ്തിരിക്കുന്ന മെറ്റൽ സ്ട്രക്ചർ ആണ്. അപ്പം എന്തായിരുന്നു ഈ ഒരു ഡിസൈൻ വന്നതിന് കാരണം? ആക്ച്വലി ഇതും നമുക്ക് പുറത്ത് നിൽക്കുന്ന ഒരു എൻട്രി ചെയ്യുന്ന ആൾക്ക് ഒരു ഫോക്കസിങ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡോറാന്നുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കുലർ ഹാൻഡിൽസും അതുപോലെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുള്ളത്. അത് ഒരു സോളാർ ലെവലായി പോയി, സൂര്യനെ സാമ്യം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. പുറത്ത് ഇത്രയും മനോഹരമാണെങ്കിൽ അകത്ത് അതിമനോഹരമായിരിക്കും. അപ്പൊ എല്ലാവരും വന്നത്. അപ്പൊ നമ്മൾ ലിവിംഗ് സ്പേസിൽ എത്തിയിരിക്കുകയാണ്. ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫോർമലോ ഒന്നുമില്ല, ഒരു ലിവിംഗ് സ്പേസ്. ഈ ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ സിമെന്റ് ടെക്സ്ചർ ഉണ്ട്. പിന്നെ TV എന്ന് പറഞ്ഞാൽ ചുമ്മാ പിന്നെ ഈ പറയുന്ന ഇതിനോട് ചാമ്പ്യൻസിനോട് ചേർന്നിരിക്കുന്ന ഫർണിച്ചേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് സൈഡിലും ഓപ്പൺ വിൻഡോസ് ആണ്. ഫ്രണ്ടിലെ ആ ഗ്ലാസ് എലിവേഷൻ, അതായത് നമ്മുടെ ട്രയാങ്കിൾ എലിവേഷൻ, നമ്മളുടെ മൗണ്ടന്റെ സ്പേസിന്റെ അതിന്റെ മിനിയേച്ചറിന്റെ ആ ഒരു പോർഷൻ. അനസ് എന്ന് പറയുന്ന ആർക്കിടെക്ട് ഈ ലിവിംഗ് റൂം സ്പേസിനെ ഈ വീടിന് വേണ്ടി ഡിസൈൻ ചെയ്തപ്പോൾ എന്താണ് വന്ന തോട്ട് പ്രോസസ്? നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഫോമൽ ലിവിംഗ്, വേറെ സെപ്പറേറ്റ് ഫാമിലി ലിവിംഗ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മളതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ മൗണ്ടൻ എലിവേഷന് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ആ പോർഷനിലോട്ട് മാക്സിമം വ്യൂ കിട്ടുന്ന പോലെ വലിയ ലാർജ് ഓപ്പണിങ്സ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നാച്ചുറൽ ഫീൽ ഉള്ളിൽ കിട്ടുന്ന പോലെ ഒരു സെൻട്രൽ പോർഷൻ, നമ്മുടെ വീടിൻ്റെ ഒരു ലെങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡ് വെച്ചിട്ടായിരിക്കും ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തല്ലേ? ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ കോർട്ട്യാർഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള സംഭവമായിരിക്കും ഈ ഒരു കിണർ എങ്ങനെ കോർട്ട്യാർഡിന് അകത്ത് വന്നു എന്നുള്ള കാര്യം. ഒബ്വിയസ്ലി നമ്മുടെ പ്ലോട്ട് ആക്ച്വലി 2 ആഴ്ച പ്ലോട്ട് ഉണ്ടാകുന്നത്. നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് സൈറ്റ് കാണുമ്പം ഒരു 10 സെന്റ് മാത്രമേ പ്ലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ സൈറ്റ് കണ്ടതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റൻ പ്ലോട്ട് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എലിവേഷൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ള ഒരു പ്രപ്പോസൽ കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലി ക്ലയൻറ്റ് ആ ഒരു പ്ലോട്ടും കൂടെ എടുത്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഇത് എക്സിസ്റ്റിംഗ് വെല്ലായിരുന്നു, അത് നമ്മളെ പ്ലോട്ടിൻ്റെ സെൻറ്ററിൽ വരെ. അപ്പോൾ നമ്മൾ പ്ലാനിങ് സ്റ്റേജിനകത്ത് നമ്മൾ ആ വെല്ലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ആലോചനയാണ് നമ്മൾ കോർട്ട്യാർഡ് വെല്ലിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോർട്ട്യാർഡിൻ്റെ അകത്ത് വെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു വെല്ലാന്നുള്ള ഫീൽ ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ എല്ലാവരും വീട് വെക്കുന്ന സമയത്ത് കിണർ വന്നു കഴിഞ്ഞാൽ ഡിസൈനിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ കളഞ്ഞിട്ട് വേറെ കിണർ കുത്തുക ചെയ്യുന്നത്. അപ്പൊ അഡീഷണൽ എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ആ കിണറിന്റെ ഉള്ളിൽ തന്നെ ആ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോ നമുക്ക് ആ കോസ്റ്റ് നമുക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആണ്. നമുക്കൊരു പഴമേനെ ഓർമ്മിപ്പിക്കുന്ന പോലെ അവിടെ കപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനൊരു ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യും. അതെ അതെ അതെ. നമുക്കൊരു ടിപ്പിക്കൽ വെല്ലെന്നല്ലാണ്ട് അത് നമ്മുടെ ഡിസൈൻ പാർട്ടാക്കി എടുത്തു. പിന്നെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ലിവിംഗ് സ്പേസ് അവിടെ കൊടുത്തു, ഇവിടെ ഈ കോർട്ട്യാർഡിന്റെ സ്പേസ്, ഈ നാച്ചുറൽ സ്പേസ് കൊടുത്തു, ഓപ്പൺ കൊടുത്തു, ഇതിനകത്ത് നമ്മൾ ഓൾറെഡി മിസ് കൺട്രോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മിസ് കൺട്രോൾ ഒക്കെ ചെയ്ത് ഈ സംഭവം ചെയ്യുന്നതിന് പകരം ഇതിനെ ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തൂടെ എന്നൊരു ഓപ്ഷൻ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു? ആക്ച്വലി അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളെ വീടിന്റെ ലെങ്സ് ആണ്, ഒരു മേജർ പോർഷൻ ഇതാണ്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് ബാക്കിയെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ബ്രീത്തബിൾ സ്പേസ് ആണ്. നമ്മളെ വീടിനകത്ത് ഇപ്പം ഡോറെല്ലാം വിൻഡോസ് എല്ലാം അടച്ചിട്ടാൽ പോലും ഒരു നാച്ചുറൽ ബ്രീത്തിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ആ ലിവിംഗ് റൂം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയ കിട്ടുന്നല്ലാണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആംബിയൻസ് ഉള്ള സ്പേസ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. നമുക്ക് സ്പേഷ്യൽ ക്വാളിറ്റി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സോ
നമുക്ക് ക്വാണ്ടിറ്റിക്ക് പകരം സ്പെഷ്യൽ ക്വാളിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അങ്ങനെ തന്നെ കൊടുക്കണം. അതെ അതെ. അപ്പൊ ഒപ്പം യൂട്ടിലിറ്റി പർപ്പസും ആ ഒരു ഏരിയ നടക്കുകയും വേണം. ഇവിടെ അവർ പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട്, അമ്മ പൂജ ഓപ്പൺ കൈൻഡ് ഓഫ് പൂജ സ്പേസ് ആണ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചേമ്പല ഇവിടെ ഇട്ടിട്ടുണ്ട്, ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ കിണർ വന്നിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, ഇതിന്റെ ഈ പറയുന്ന വാഷ് കൗണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സിമെന്റ് ടെക്സ്ചർ തന്നെ അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി സിമെന്റ് ടെക്സ്ചർ അല്ല, ഇത് ആക്ച്വലി ഒരു ബോർഡാണ്, PU ബോർഡാണ്. ഇത് ആക്ച്വലി PU ബോർഡ് 2x4 സൈസിൽ വരുന്ന ഒരു ബോർഡാണ്. ഒരു നാച്ചുറൽ റോക്ക് ഫീൽ ഉള്ള ഒരു ബോർഡാണത്. പിന്നെ ഇതിന്റെ സൈസിന് കട്ട് ചെയ്യിച്ചായിരിക്കും. നമ്മൾ സ്പെഷ്യലി ആ ഒരു ഇറഗുലർ ഷേപ്പ് കൊടുത്ത് അങ്ങനെ എടുത്താണ്. ഇത് വളരെ അഗൈൻ ഇത് നമ്മൾ ഒട്ടും നോർമലാക്കി വെച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസിനകത്ത് വരുന്ന ഒരു ഏരിയ ആണിത്. ഈവൻ ലിവിംഗിൽ ഇരുന്നാൽ പോലും കാണുന്ന ഒരു പോർഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ രീതിക്കാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ട് ചെയ്തായിരിക്കുമല്ലോ ഇതിന്റെ ഈ ടാപ്സ് ഒക്കെ. ഇത് ക്ലയന്റ് ആക്ച്വലി അവര് അതിനെ കുറിച്ച് പഠിച്ച് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഓൺലൈൻ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ കച്ചവടത്തിന് ഭയങ്കര പ്രശ്നമാണ്. സാനിറ്ററിക്കും ടൈലിനും അകത്തൊക്കെ ഈ ടൈലിനകത്ത് ആരും ഓൺലൈനിൽ പോകുന്നില്ല, വ്യവസായം കൊണ്ട്. ഈ പറഞ്ഞ സാനിറ്ററിക്കകത്തും ഒക്കെ വലിയ പ്രശ്നമാണ്. ഇനി അടുത്ത സ്പേസിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡബിൾ ഹൈറ്റ് സ്പേസിന്റെ സീലിംഗും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പോർഷനും പാറ്റിയോയുടെ ഒരു പോർഷനും അതുപോലെ തന്നെ ലിവിംഗ് സ്പേസിന്റെ പോർഷനും എല്ലാം നമ്മളുടെ തെങ്ങിന്റെ വുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ പോർഷൻസ് ഒക്കെ തെങ്ങിന്റെ വുഡാണ്. ലിവിംഗ് റൂമും അതുപോലെ ഡൈനിങ് സ്പേസും പുറത്ത് സിറ്റ് ഔട്ടും തെങ്ങിന്റെ വുഡാണ്. ഈ പാഷ്യോയിൽ മാത്രം നമ്മൾ പന യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുരങ്ങന്മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കേട്ടു. ഇവിടെ 2 വിസ്റ്റേഴ്സാണ് മെയിൻ വരാറുള്ളത്. മയിൽ വരാറുണ്ട്, പിന്നെ കുരങ്ങന്മാർ വരാറുണ്ട്. അപ്പം മയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, ശല്യങ്ങൾ കുറവാണ്. പക്ഷെ കുരങ്ങന്മാര് ആക്ച്വലി അവര് വന്ന് ഓടെല്ലാം പറിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് നൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇവിടെ അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത പോലത്തെ രീതിക്കാണ് ഇവിടെ റൂഫിംഗ് ടൈലെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. കുരങ്ങന്മാർക്കും ഓട് നമ്മൾ ആക്ച്വലി നമ്മളെ ഫസ്റ്റ് ലെയർ ഓഫ് റൂഫിംഗ് ടൈല് മാത്രം നമ്മളെ പെർലിങ്സിനകത്ത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ അവരെപ്പോഴും ഫസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പം അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ അതിനെ കവർ ചെയ്തു. ഇതിന് മുകളിൽ നമ്മൾ സെറാമിക് കോഡാണ് കൊടുത്തിരിക്കുന്നത്. സെറാമിക് കോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി ഗ്ലോസിനെസ് ഇല്ലാത്ത, നമുക്ക് ഗ്ലോസിനെസ് ഇല്ലാത്ത, നമുക്ക് ആക്ച്വലി കോൺസെപ്റ്റിൽ ഉണ്ടാകുന്ന നമ്മുടെ നാടൻ മാംഗ്ലോ ടൈൽ നമുക്ക് ഉണ്ടാകുന്നത് കോൺസെപ്റ്റില്. പക്ഷേ ഈ കുരങ്ങന്മാരെ ഇഷ്യൂസ് കാരണം നമ്മൾ അതിനെയും കൂടെ ട്രീറ്റ് മുൻകൂട്ടി കാണണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സെറാമിലോട്ട് പോയി. ബട്ട് സെയിം ടൈം നമ്മൾ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള റസ്റ്റിക് ഫിനിഷ് ഉള്ള ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഇനി അടുത്ത പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ കിച്ചണാണ്. കിച്ചൺ മുകളിൽ കിച്ചൺ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹുഡ് ആൻഡ് ഹോപ്പ് സെന്ററിലാണ് വന്നിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഈ ഐലൻഡ് കിച്ചൺ സെറ്റപ്പ് നമ്മുടെ കിച്ചണിനകത്ത് എത്രത്തോളം അഡ്വൈസബിൾ ആണ്? ഇത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുക്കിംഗ് കൾച്ചറിനനുസരിച്ച് ഓരോരുത്തർക്കും പ്രിഫറബിൾ മാറ്റം ഉണ്ടാവും. ഇവിടെ ആക്ച്വലി നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ഒരു കൗണ്ടർ കിട്ടണം അവിടെ. മറ്റേത് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡ് കൗണ്ടേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ട്രാ കൗണ്ടർ ഇല്ലല്ലോ. അപ്പം ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എക്സ്ട്രാ കൗണ്ടർ സ്പേസ് കിട്ടുന്ന പോലെയാണ്. പിന്നെ ഈ പറഞ്ഞത് ശരിയാണ്, ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഈ ഐലൻഡ് കിച്ചൺ വരുമ്പോൾ അതിനൊരു മാസീവാക്കി മാറ്റുവാണ്. കുറച്ചും കൂടെ ആ ഒരു കിച്ചണിന്റെ സ്പേസിനെ മാസീവാക്കി മാറ്റുവാണ്. ഈവൻ നമ്മളൊരു ഗസ്റ്റ് വന്നാൽ പോലും ഫസ്റ്റ് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് വിസിബിലിറ്റി ഉള്ള നല്ല വിസിബിലിറ്റി ഏരിയ ആണ്. ഇവിടെ ഹുഡ് ആൻഡ് ഹോപ്പ് ഇവിടെ തന്നെ ഈ ഐലൻഡ് കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ പോർഷനിലേക്ക് കോർണൈസ് ചെയ്യാനില്ല, അത് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കിച്ചൺ ടോപ്പ് മുകളിൽ കൊടുത്തു. അപ്പൊ ഇത് ഡിഷ് വാഷർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ ഷട്ടർ സ്പേസ് ഉണ്ട്. ഇതിനകത്താണ് നമ്മുടെ മിക്സി ഗ്രൈൻഡറിനകത്താണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞ ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിരിക്കും. ഈ ഡിസൈൻ എലമെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ, നമ്മൾ വീടിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജും അതുപോലെ തന്നെ അതിന് വേണ്ട അപ്ലയൻസസിന്റെ സൈസ് നിർണ്ണയിക്കണം എന്ന് പറയാറുണ്ട്. തീർച്ചയായും വളരെ ഇമ്പോർട്ടന്റ് എങ്കിൽ അത് വളരെ വലിയ പ്രശ്നമാണ്. അത് നമുക്ക് ഇന്റീരിയറിനകത്ത് അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവൻ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വൽ സൈസിൽ വേണം വർക്ക്ഔട്ട് ചെയ്യാൻ. ഇവിടെ ഒരു ബേ വിൻഡോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, ഇവിടെ താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ ഇരിക്കാനുള്ള സിറ്റിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. അതെ, ഇതിപ്പം ഒരു എക്സ്ട്രാ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം, വേണമെങ്കിൽ കിടക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വീട്ടില് ഫോർമൽ ലിവിംഗ്
ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത്, ഈ ഫാമിലി ലിവിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡൈനിങ് സ്പേസ് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത ഇതെല്ലാം ഇതിനകത്ത് ഒറ്റ കോമ്പോയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സീറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്പേസ് കളക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി അതിന് വരുന്ന എക്സ്പെൻസിനെ മാനേജ് ചെയ്യാം. നമുക്ക് ഏരിയ വൈസ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതെ, അത് വളരെ വലിയൊരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഇനി അടുത്ത പറയാനുള്ളത്, ഇവിടെ തന്നെ താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ്. ഇത് ഏകദേശം 12-15 സൈസാണ് ബെഡ്റൂമിന്റെ. 12-15 സൈസ്. ഇവിടെ മോളുടെ ബെഡ്റൂം ആയിരുന്നു. മോള് +1 പഠിക്കുന്നത് ഇവിടെ അച്ഛൻ പറഞ്ഞു. അപ്പൊ അത് മാസ്റ്റർ ബെഡ്റൂം ശരിക്കും മോളാണ് പ്ലേസ് ചെയ്തത്. ആ മാസ്റ്റർ ബെഡ്റൂം മോളിൽ പ്ലേസ് ചെയ്യാൻ ഒരു വലിയ കാരണമുണ്ട്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഹെഡ്രസ്റ്റ് വന്നിരിക്കുന്നു, 2 സൈഡിലും സൈഡ് ടേബിൾസ് ഉണ്ട്. പിന്നെ ഒരു മേജർ എലിമെന്റ് ഈ ബേ വിൻഡോ ആണ്. നമ്മുടെ ആ വ്യൂ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ബെഡ്റൂംസിന്റെയും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്ട്രക്ചറുള്ള നമ്മളെ ബെഡ്റൂംസ് ഈ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യാനുള്ള കാരണം അതാണ്. ബെഡ്റൂംസ് ഇരുന്നാൽ നമുക്ക് മാക്സിമം ആ വ്യൂ കിട്ടുന്ന പോലെ വിൻഡോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ്സ് ഒക്കെ തന്നെ ഗ്ലാസ് വെച്ചിട്ടുള്ള ടിൻഡഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഡോർസ് ആണ് മോഡേൺ ഫീലുള്ള ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ബാത്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് അതിനോട് ആംബിയൻസ് ചേർന്നിട്ടുള്ള വാഷ് ബേസിൻ. അനുസരിച്ച് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടുത്തെ ക്ലയൻസ് അവർ പുറത്താണ്, ഡെഫിനറ്റ്ലി അവരുടെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 3 ബെഡ്റൂംസ് ഉണ്ട്. വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ക്ലയൻസും അവരുടെ ഫാമിലി ഇവിടെ വരിക. ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് ഈ 3 ബാത്റൂമിലും കോസ്റ്റ്ലി ഉള്ള, അതായത് എബോവ് ആവറേജ് ഉള്ള ഈ പറയുന്ന സാനിറ്ററി ഫിറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ആക്ച്വലി അവർക്ക് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് കോസ്റ്റ് ഓറിയന്റായി വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിനകത്ത് നമ്മൾ അത്ര സജസ്റ്റ് ചെയ്യില്ല. കാര്യം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ മെയിൻ്റെനൻസ് എല്ലാം വരുന്നതുമാണ്. അപ്പം എന്നാൽ നമുക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത് പോകാനും പാടില്ല. കാര്യം അത് പെട്ടെന്ന് കംപ്ലയിൻസ് വരും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അല്ല, ഇതിപ്പോ നമ്മൾ കോസ്റ്റ്ലി ഉള്ള സാധനമാണെങ്കിൽ കൂടി ഈ പറഞ്ഞ ഉപയോഗിക്കാതിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതെല്ലാം ലോസ് ആവും. ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇതിന് മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരും. ഇവര് കുറെ വർഷം കഴിയുമ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം വേറൊരു ലെവലിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു തോട്ടില് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മീഡിയം ക്ലാസ് സാനിറ്ററി ഫിറ്റിംഗ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ്, ബാത്ത് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ്, സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ VGC-B കിട്ടുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും പോകണം? ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മുകളിലത്തെ സ്പേസിലേക്കാണ് പോകുന്നത്. മുകളിലത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറിലൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മുകളിലേക്ക് കയറിയിട്ട് മുകളിലെ അപ്പർ ലിവിംഗ് സ്പേസ്. ഇവിടെ അവരുടെ ഫാമിലിയുടെ പിക്ചേഴ്സ് ഈ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം? ഇത് ആക്ച്വലി നോർമൽ പിക്ചർ ഫ്രെയിംസ് അല്ല. ഇത് ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നമ്മൾ സ്പെഷ്യലി ചെയ്യിപ്പിച്ചെടുത്താണ്. ഇത് ആക്ച്വലി ഹീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. വുഡിനകത്ത് ഒരു സ്പെഷ്യൽ ഒരു ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്തെടുക്കുന്നത്. അതെ, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ആൾ ആർക്കിടെക്ട് കൂടെയാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പറും നമുക്ക് ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും. അദ്ദേഹത്തിനും ആരെങ്കിലും എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് പിക്ചേഴ്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പൊ ഇത് നമ്മൾ മുകളിലെ അപ്പർ ലിവിംഗ് സ്പേസ്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തുമ്പോൾ ഇവിടെ സിമ്പിൾ ഹാൻഡ് റൈൽസ് കൊടുത്തിരിക്കുന്നു. ഇത് എപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഹാൻഡ് റൈൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് ഉണ്ടാവുന്നില്ല. വളരെ സിമ്പിൾ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതെ. പിന്നെ ഇത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് ഈ ഓപ്പൺനെസ് വളരെ വളരെ തീവ്രമായിട്ട് ഫീൽ ചെയ്യുന്നു. ഡൈനിങ് കിച്ചണും കോർട്ട്യാർഡും എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആക്ച്വലി ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു വിളിപ്പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സ്പേസ് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇനി മുകളിലത്തെ അപ്പർ ലിവിംഗിലെ, അതായത് അവരുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഒരു 10x11 ആ സൈസ് ഒക്കെ കാണത്തുള്ളൂ അല്ലേ? ഇവിടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ സാറിന്റെ അവരുടെ മെയിൻ ബെഡ്റൂം ആണ്. താഴെ മോളുടെ ബെഡ്റൂമും വേറെ നമ്മൾ പേരൻസിന്റെ ബെഡ്റൂം കാണിച്ചിട്ടില്ല, കാരണം വെച്ചാൽ അവരതിനകത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഇപ്പൊ പറ്റില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണല്ലേ അനസേ, ഈ പറഞ്ഞ ഓപ്പൺനെസ്. ഈ അടിപൊളി എന്തോ അപ്പാ, ഒരു രക്ഷയില്ലാത്ത ലുക്കാണല്ലോ. ഇവിടുത്തെ ഒരു മെയിൻ ആംബിയൻസ് ഇതാണ്. എന്റെ ദൈവമേ, റൂം ഇച്ചിരി ചെറുതായാലും എന്താ. അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പേസ് ആക്ച്വലി ബാൽക്കണിയാണ് റൂമിനേക്കാളും. ഈവൻ ഗസ്റ്റ് വന്നാലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ആക്ച്വലി. അല്ല, ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുള്ളല്ലോ. എന്ത് ആംബിയൻസ് ആണ്.
ഇത് രാവിലെയൊക്കെ കോടയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് മഴ പെയ്യുമ്പോഴും ആ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല കോട ഇറങ്ങി നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള സ്പേസ് ആണത്. ഈ എന്ത് ഗുണമുണ്ടെങ്കിലും അതിനകത്ത് ഒരു കുഞ്ഞു ദോഷം ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ അങ്കിള് പറഞ്ഞത് ഈ ഒരു സ്പേസിൽ ഈ കുരങ്ങന്മാർ വന്ന് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുമെന്ന്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് രണ്ട് തൊട്ട് അവർ ക്ലീൻ ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ എത്ര സുന്ദരമാണ് മാക്സിമം എങ്കിലും എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. പക്ഷെ ഇത് അസാധ്യ. ഈ നമ്മൾ വീട് വെക്കാൻ കിട്ടുന്ന ടെറൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമുക്ക് കിട്ടിയൊരു ഭാഗ്യം ഈ ഒരു ടെറൈനും ഈ ഒരു ആംബിയൻസ് ഒക്കെ തന്നെയാണ്. നമ്മൾ മാക്സിമം അത് നമ്മൾ ഓരോ പോർഷനിലും എല്ലാ ഭാഗത്തുനിന്നും അതിലോട്ട് കണക്ഷൻ കിട്ടുന്നത് കൊടുത്തിട്ടുണ്ട്. എഗൈൻ ഇവിടെ ബാൽക്കണി ആണെങ്കിൽ പോലും നമ്മളൊരു കോളം കൊടുത്തിട്ട് ആ ഒരു വിഷൻ കട്ടാക്കിയിട്ടില്ല. ഈ സ്ലാബ് കംപ്ലീറ്റ്ലി കാൻഡിലിവേർഡ് ആണ്. മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്യുന്ന പോലെ ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു എക്കോ ടൂറിസം സ്പേസ് ആണോ പറഞ്ഞത്? ഇത് ആക്ച്വലി അനങ്ങന്മല എക്കോ ടൂറിസം എക്കോ ടൂറിസം സ്പേസിനടുത്താണ് നമ്മുടെ ഈ സ്വപ്ന വീട്. അപ്പം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഈ വഴി വരുമ്പോൾ ഈ വീട് കാണാം നമ്മുടെ വ്യൂവേഴ്സിന്. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് വന്നപ്പോൾ ഈ ബെഡ്റൂമിനകത്തോട്ട് വന്ന് വീണ്ടും കയറുന്നു. ബെഡ്റൂമിനകത്തോട്ട് കയറുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് ബാത്റൂം കണക്ട് ചെയ്തിരിക്കുന്നു. ബാത്റൂം ആസ് യൂഷ്വൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സ്പേസ്. നമ്മൾ വീണ്ടും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബാത്റൂമിലേക്കും ഓരോ ടൈപ്പ് കളേഴ്സുള്ള ടൈൽസ് പോയിട്ടില്ല. കോമൺ ആയിട്ടൊരു കളർ പോയിട്ടുള്ളൂ. ഹൈലൈറ്റിംഗ് വാൾ ആക്ച്വലി എല്ലാം സെയിം ആണ്. നമ്മൾ മാക്സിമം ടൈൽ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പല ആൾക്കാരോടെ നമ്മുടെ കടയിൽ വരുന്ന ആൾക്കാരോടെ നമ്മൾ പറയും, സാർ ഇത് വീട്ടിലേക്ക് എടുക്കുമ്പോൾ പിന്നെ പല ആൾക്കാരുടെ സജഷനാണ് സജസ്റ്റ് ചെയ്ത് വിടുന്നത് ഓരോ റൂമിനും ഓരോ ബാത്റൂമിനും ഓരോ ഡിസൈൻ ടൈൽസ്. ഇത് ഡിസൈൻ ടൈൽസ് വന്ന് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷോർട്ടേജ് വന്ന് ആ കടയിൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് തീർന്നു പോയാൽ ഇത് പലപ്പോഴും ഡിലേ ആവും. ഇത് പലപ്പോഴും ക്ലയൻസ് നമുക്ക് ഇനീഷ്യലി പറയാറുണ്ട്, നമുക്ക് ഇപ്പം സ്പെഷ്യലി ഇപ്പോൾ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കളേഴ്സ് വേണ്ടി വരും, പാരൻസിന് വേറെ കളേഴ്സ് ആയിരിക്കും. അപ്പം ഡിസ്കഷൻ ടൈമിൽ പല മൾട്ടിപ്പിൾ കളേഴ്സ് വേണമെന്നുള്ള സജഷൻസ് വരും. നമ്മൾ ആ ടൈമിൽ തന്നെ അവരെ കൺവിൻസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിലേക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് വേസ്റ്റേജ് കുറയും, ഒരുപാട് എക്സ്പെൻസ് ലാഭിക്കാൻ പറ്റും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അനസിന്റെ ഫോമിന്റെ പേരെന്താണ്? ലെഗോ ആർക്ക് സ്റ്റുഡിയോ. ലെഗോ ആർക്ക് സ്റ്റുഡിയോ എന്തോ അർത്ഥം? ലെഗോ നമ്മൾ ആക്ച്വലി ഞാൻ ചൈൽഡ്ഹുഡ് ടൈം തന്നെ ഈ ഒരു ലെഗോ ബ്ലോക്സ് ഇല്ലേ, ഈ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് ഇങ്ങനെ ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു ചൈൽഡ്ഹുഡില്. അപ്പം ഞാനിപ്പം ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തപ്പം നെയ്മ എന്തുകൊണ്ടാണ് കിട്ടൂടാന്ന് ആലോചിച്ച് അങ്ങനെ ഇട്ടതാ. അപ്പം വളരെ മനോഹരമായ അതിമനോഹരമായ ആർക്കിടെക്ചറൽ ഡിസൈൻ ആണ്. ഒരുപാട് ആർക്കിടെക്ചറൽ എലമെന്റ്സ് ആനസിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ നിങ്ങളെല്ലാം ഒരു ടീം, അതായത് എന്റെ പേജിൽ വന്നിരിക്കുന്ന റോൺസൺ ആണെങ്കിലും അനു ആണെങ്കിലും അതുപോലെ തന്നെ മാഹിർ ആണെങ്കിലും ഇവരെല്ലാം തന്നെ നിങ്ങളുടെ ഒരേ കാലഘട്ടത്തിൽ വന്ന ആർക്കിടെക്ട്സ്, ജൂനിയറും സീനിയറും ആയിട്ടൊക്കെ പഠിച്ചു വന്നതാണ് പലരും. അങ്ങനെ ഒരാളുടെ ഇത് കെയർ ഓഫിലാണ് അടുത്ത ആൾ വിളിക്കുന്നത്, എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അനസ് ഇവിടുത്തെ സാറിനെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് തീർച്ചയായിട്ടും പറയണം ഈ അവസരത്തിൽ ഇവിടെ വന്ന് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതിന് ഒരുപാട്. പിന്നെ വളരെ ലോങ് റൂട്ടിൽ വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ടൈമിംഗ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പല വീഡിയോകളും നമ്മൾ എടുത്തു പറയുന്നുണ്ട്, എല്ലാം വളരെ ഡീപ്പായിട്ട് കാണിക്കാൻ പറ്റുന്ന കാര്യം ടൈമിന്റെ ഒരു കൺസ്ട്രെയിന്റ് ഭയങ്കര വലുതാണ്. ഇത് ഒരുപാട് സ്പേസ് ഒന്നുമില്ല, നമുക്ക് ഉള്ള സ്പേസ് കുറച്ചേ ഉള്ളൂ. അത് വൃത്തിയായിട്ടാണ്. അത് വളരെ അനസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്പേസ് യൂട്ടിലൈസേഷൻ, സ്പേഷ്യൽ ക്വാളിറ്റി ഉള്ള സ്പേസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് സ്പെഷ്യൽ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതായത് സ്പേസ് ഉണ്ട്, പക്ഷെ ആ സ്പേസിനെ ക്വാളിറ്റി സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അവിടെ താമസിക്കുന്നവർക്ക് അത് എൻജോയ് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാലും അത് പോസിറ്റീവ് ആവും. വീട് പോസിറ്റീവ് ആവുന്നത് വീട്ടിലുള്ളവർ പോസിറ്റീവ് വീട്ടിലുള്ളവരെ പോസിറ്റീവ് ആക്കാൻ ആ സ്പേസ് പോസിറ്റീവ് ആണെന്ന് ശരിക്കും ആ സ്പേസിന് വളരെ ഇമ്പാക്ട് ഉണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റിയിലും എല്ലാത്തിലും. സോ അത് വളരെ മനോഹരമായ ഡിസൈൻ, ഒന്നും പറയാനില്ല. ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അടുത്ത മാസം കല്യാണമാണെന്ന് പറയുന്നു. ഒരു അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഈ ഡിസൈനുകളെ പറ്റിയുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം. അത് അനസിനും അതുപോലെ എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.